2 ദിവസം മഴ കുറഞ്ഞ ശേഷം ജില്ലയിൽ ഇന്നലെ രാത്രി മുതൽ മഴ വീണ്ടും ശക്തി പ്രാപിച്ചതോടെ വെള്ളക്കെട്ടും രൂക്ഷമായി. കാനകളുടെയും തോടുകളുടെയും ശുചീകരണ പ്രവൃത്തികളിൽ മെല്ലെപ്പോക്ക് തുടരുന്നു. മുനക്കിക്കടവ് പോലീസ് സ്റ്റേഷന് സമീപം പുഴയിൽ നങ്കൂരമിട്ടിരുന്ന വഞ്ചി ശക്തമായ തിരയിൽ തകർന്നു. കുന്നംകുളം കാണിപ്പയ്യൂരിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം 13 പേർക്ക് പരിക്കേറ്റു. ആരുടെയും നില ഗുരുതരമല്ല. പെരിഞ്ഞനത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. പെരിഞ്ഞനം പൊന്മാനിക്കുടം സ്വദേശി നുസൈബയാണ് മരിച്ചത്. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് അധികൃതർ. ലക്ഷങ്ങൾ ചിലവഴിച്ച് എങ്കക്കാട് പൊതുശ്മശാനം കാട് കയറി നശിക്കുന്നു. ക്രിമിറ്റോറിയം മാലിന്യ നിക്ഷേപ കേന്ദ്രമാക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത്. കാട്ടൂർ പൊഞ്ഞനത്തെ ചെറുകിട വ്യവസായ കേന്ദ്രത്തിന് സമീപമുള്ള കിണറുകളിൽ രാസമാലിന്യം കലരുന്നതായി പരാതി. വ്യവസായ കേന്ദ്രത്തിൽ ആസിഡ് അടക്കമുള്ളവ അശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നതാണ് കിണറുകളിൽ മാലിന്യം കലരാൻ ഇടയാക്കുന്നതെന്ന് നാട്ടുകാർ. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. 2 ദിവസം മഴ കുറഞ്ഞ ശേഷം ജില്ലയിൽ ഇന്നലെ രാത്രി മുതൽ മഴ വീണ്ടും ശക്തി പ്രാപിച്ചതോടെ വെള്ളക്കെട്ടും രൂക്ഷമായി. തൃശൂർ നഗരത്തിൽ കഴിഞ്ഞ വ്യാഴാഴ്ചയോടെ ഉണ്ടായ ശക്തമായ മഴയിൽ നഗരം വെള്ളത്തിൽ മുങ്ങിയ ശേഷം ശുചീകരണ പ്രവൃത്തികൾ കോർപ്പറേഷൻ തുടങ്ങിയെങ്കിലും വലിയ കാനകളുടെയും തോടുകളുടെയും ശുചീകരണ പ്രവൃത്തികളിൽ മെല്ലെപ്പോക്ക് തുടരുകയാണ്. വെള്ളിയാഴ്ചയോടെ മഴ വീണ്ടും ശക്തമാകുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. അതിനു മുൻപ് ശുചീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരുന്നു. ജില്ലയിലെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലുള്ള മഴക്കാല ശുചീകരണ പ്രവൃത്തികളും എങ്ങും എത്തിയിട്ടില്ല. മഴ പെയ്താൽ റോഡുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. അതേസമയം സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് എറണാകുളം, കോട്ടയം ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മുനക്കിക്കടവ് പോലീസ് സ്റ്റേഷന് സമീപം പുഴയിൽ നങ്കൂരമിട്ടിരുന്ന വഞ്ചി തകർന്നു. ശക്തമായ തിരയിൽ പുഴയിലേക്ക് കടൽവെള്ളം അടിച്ചു കയറിയതിനെ തുടർന്ന് കരിങ്കൽ ഭിത്തിയിലിടിച്ചാണ് വഞ്ചി തകർന്നത്. അഴിമുഖം ഓളാട്ട് വിനോദിന്റെ ഉടമസ്ഥതയിലുള്ള വഞ്ചിയാണ് തകർന്നത്. പുലർച്ചെ മത്സ്യബന്ധനത്തിനായി പോകാൻ വേണ്ടി തൊഴിലാളികൾ എത്തിയപ്പോഴാണ് വഞ്ചി തകർന്ന നിലയിൽ കണ്ടത്. വലകളും മറ്റ് സാമഗ്രികളും നശിച്ചിട്ടുണ്ട്. ഏകദേശം 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ചേലക്കരയിൽ ശക്തമായ കാറ്റിലും മഴയിലും സർവീസ് സെന്ററിൽ നിർത്തിയിട്ടിരുന്ന കാറുകൾക്ക് മുകളിലൂടെ മരം വീണു. മേപ്പാടം ഉദയഗിരി കാർ കെയർ സർവീസ് സെന്ററിലേക്കാണ് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിന്നിരുന്ന മരം പൊട്ടിവീണത്. വാഹനങ്ങൾക്ക് കേടുപാടുകൾ പറ്റി ആളപായമില്ല. കുന്നംകുളം കാണിപ്പയ്യൂരിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടത്തിൽ 13 പേർക്ക് പരിക്കേറ്റു. കുന്നംകുളം ഭാഗത്തു നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കൈലാസം ബസ്സും എതിർദിശയിൽ വരികയായിരുന്ന ആര്യ ബസ്സും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബസ്സിനുള്ളിൽ തെറിച്ചു വീണാണ് കൂടുതൽ പരിക്കേറ്റത്. പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ 2 ബസ്സുകളുടെയും മുൻവശം പൂർണ്ണമായും തകർന്നു. അപകടത്തെ തുടർന്ന് മേഖലയിലേറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തെ തുടർന്ന് ബസ് തെന്നിമാറിയാണ് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടതെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു. മഴക്കാലം ശക്തി പ്രാപിക്കുന്നതോടെ കൂടുതൽ അപകടമില്ലാതിരിക്കാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ബസ് ജീവനക്കാർ ആവശ്യപ്പെട്ടു. പെരിഞ്ഞനത്തെ സെയിൻ ഹോട്ടലിൽ നിന്നും കുഴിമന്തി കഴിച്ചതിനെ തുടർന്ന് വിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. പെരിഞ്ഞനം പൊന്മാനിക്കുടം സ്വദേശി 56 വയസ്സുള്ള നുസൈബയാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയായിരുന്നു മരണം. ശനിയാഴ്ച രാത്രിയാണ് ഹോട്ടലിൽ നിന്നും പാർസൽ വാങ്ങിയ ഭക്ഷണം ഇവർ വീട്ടിൽ വെച്ച് കഴിച്ചതെന്ന് നുസൈബയുടെ ബന്ധുക്കൾ പറയുന്നു. ഭക്ഷണം കഴിച്ച 4 പേർക്ക് ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഇവർ ചികിത്സ തേടിയിരുന്നു. എന്നാൽ തിങ്കളാഴ്ച സ്ഥിതി മോശമായതിനെ തുടർന്ന് നുസൈബയെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇതുവരെ 178 പേരാണ് ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സ തേടിയത്. പനിയും ഛർദിയും വയറിളക്കവുമായിട്ടായിരുന്നു ഭൂരിഭാഗം പേരും ചികിത്സ തേടിയത്. സംഭവത്തെ തുടർന്ന് ആരോഗ്യവകുപ്പും ഫുഡ് ആൻഡ് സേഫ്റ്റിയും പരിശോധന നടത്തി ഹോട്ടൽ അടച്ചുപൂട്ടിയിരുന്നു. ഫുഡ് ആൻഡ് സേഫ്റ്റി അധികൃതർ ഭക്ഷണത്തിന്റെ സാമ്പിളുകളും ശേഖരിച്ചു. ഇതിന്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷമേ ഭക്ഷ്യവിഷബാധയ്ക്ക് കാരണമായതെന്തെന്ന് വ്യക്തമാകൂ. കഴിഞ്ഞ ദിവസം ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്ന് IDSP ഓഫീസർ ഡോക്ടർ ഗീത, എപ്പിഡോളജിസ്റ്റ് കല എന്നിവരുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം എത്തി ഹോട്ടലിൽ തെളിവെടുപ്പ് നടത്തി. വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് ഹോട്ടൽ പ്രവർത്തിക്കുന്നതെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. ഇത് സംബന്ധിച്ച് കയ്പമംഗലം പോലീസിലും പെരിഞ്ഞനം പഞ്ചായത്തിലും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഹോട്ടൽ അധികൃതർക്കെതിരെ നിയമ നടപടി ഉൾപ്പെടെ സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. നിലവിൽ 47 പേരാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ ഒരാൾ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നുണ്ട്.
നുസൈബയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിക്കും. മാറിയത് അത് മരണപ്പെട്ടതിന് ശേഷം ഉണ്ടായത് നമ്മുടെ കയ്പമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ ഒരു കൺഫ്യൂഷൻ ഇക്കാര്യത്തിലുണ്ടായിരുന്നു. ഒരു വ്യക്തത കുറവിൻ്റെ ഭാഗമായിട്ടാണ് അവർ ബോഡി ഇവിടെ എത്തിച്ചത്. എന്നാലും ആ ബോഡി വീണ്ടും മെഡിക്കൽ കോളേജിൽ പോയിട്ട് പോസ്റ്റ്മോർട്ടം നടത്തി ചെയ്യാനുള്ള ഏർപ്പാടുകളെല്ലാം നടത്തിയിട്ടുണ്ട്. പോലീസ്, ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൻ്റെ ജനപ്രതിനിധികളെല്ലാം കൂടി ഉണ്ട് കേട്ടോ. അതനുസരിച്ചുള്ള നടപടി സ്വീകരിക്കും. കുഴിമന്തിയാണ് മേടിച്ചത് ഇവർ. അപ്പോൾ ആള് മയോണീസ് മാത്രമേ കഴിച്ചുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടല്ലോ. പക്ഷേ അനിയത്തിക്ക് മക്കൾക്കൊക്കെ ബുദ്ധിമുട്ടായിട്ട് അവർ അവിടെ ഹോസ്പിറ്റലിലായിരുന്നു. ഇന്നിപ്പോൾ അനിയത്തിക്ക് മക്കൾ കൂടുതലായിട്ട് ഇരിങ്ങാലക്കുടയിലേക്ക് കൊണ്ടുപോയി. ആൾ ഇന്നലെ ഇവിടെ കുട്ടിലക്കടവിൽ കാണിച്ചിട്ട് അങ്ങനെ തന്നെ ഇരിങ്ങാലക്കുടയിൽ കൊണ്ടുപോയി. അപ്പോൾ ഓർമ്മയൊക്കെ പോയി. അങ്ങനെ അങ്ങനെ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഇന്നലെ കൊണ്ടുപോയി. ഒരു മണിയൊക്കെ ആയപ്പോഴേക്കിനും മരണപ്പെട്ടു. വെളുപ്പിന് 6:30 ആയപ്പോഴേക്കിനും കൊണ്ടുവന്നു. പെരിഞ്ഞനത്ത് ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ച വീട്ടമ്മ മരിക്കാനിടയായ സംഭവത്തിൽ ആരോഗ്യവകുപ്പിന് പിഴവ് പറ്റിയെന്നാരോപിച്ച് കോൺഗ്രസ് പെരിഞ്ഞനം മണ്ഡലം കമ്മിറ്റി പെരിഞ്ഞനം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ സമരം നടത്തി. നുസൈബയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാതെ വിട്ടു നൽകിയത് ആരോഗ്യവകുപ്പിന് പറ്റിയ പിഴവാണെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. 6 മാസത്തിനിടെ ഹോട്ടലിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ട് 2 ദിവസത്തേക്ക് അടച്ചിടാൻ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ലെന്നും കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. DCC ജനറൽ സെക്രട്ടറി CC ബാബുരാജ് സമരം ഉദ്ഘാടനം ചെയ്തു. KV ചന്ദ്രൻ അധ്യക്ഷനായി. CP ഉല്ലാസ്, അബ്ദുൾ മജീദ്, ലിജേഷ് പള്ളായി, നസീർ, പുഴങ്കര ഇല്ലത്ത്, VS ജിനേഷ്, KK കുട്ടൻ എന്നിവർ സംസാരിച്ചു. UDF പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്ത് ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച എങ്കേക്കാട് പൊതുശ്മശാനം കാട് കയറി നശിക്കുന്നു. ക്രിമിറ്റോറിയം പ്രവർത്തന സജ്ജമാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്ത്. UDF ഭരണസമിതിയുടെ കാലത്ത് 46 ലക്ഷം രൂപ ചെലവിട്ട് ആധുനിക രീതിയിൽ നിർമ്മിച്ച ഗ്യാസ് ക്രിമിറ്റോറിയം തകർന്ന് തരിപ്പണമായി. സംസ്ഥാന സർക്കാരിന്റെ 20 ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്തിന്റെ 8 ലക്ഷം രൂപയും വടക്കാഞ്ചേരി പഞ്ചായത്ത് 18 ലക്ഷം രൂപയുമായി മൊത്തം 46 ലക്ഷം രൂപ ചെലവിട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സിന്ധു സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിലുള്ള UDF ഭരണസമിതി നിർമ്മാണം പൂർത്തീകരിച്ചത്. എന്നാൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്ത് നഗരസഭയാക്കുകയും തെരഞ്ഞെടുപ്പിൽ LDF അധികാരത്തിലെത്തുകയും ചെയ്തതോടെ UDFന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച നിർമ്മാണമായതിനാൽ എന്ന ഒറ്റ കാരണത്താൽ പിന്നീട് നഗരസഭ LDF ഭരണസമിതി അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി. 50 ലക്ഷം രൂപയോളം ചെലവിട്ടിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ എങ്കക്കാട് ശ്മശാനത്തിൽ മാലിന്യങ്ങൾ കൂട്ടി നിറച്ചിരിക്കുന്നത്. നഗരസഭയുടെ സ്വന്തം മാലിന്യങ്ങൾ കൂട്ടി നിറച്ചിരിക്കുന്നത്. പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു ആശ്രയ കേന്ദ്രമാവുന്ന അവരുടെ ശവം സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ഥലമായി ആധുനിക രീതിയിൽ മോഡിഫിക്കേഷൻ ചെയ്ത ആധുനിക രീതിയിൽ പരിസരവാസികൾക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഉണ്ടാക്കിയ ഈ പദ്ധതിയെ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. നഗരസഭയുടെ നേതൃത്വത്തിൽ 5 ലക്ഷം രൂപ ചെലവഴിച്ച് ശ്മശാനത്തിലേക്കുള്ള വഴി ടൈൽസ് വിരിച്ച് വൃത്തിയാക്കിയെങ്കിലും പിന്നീടത് പൊളിച്ചു നീക്കുകയായിരുന്നു. നഗരസഭയിലെ പാവപ്പെട്ട ജനങ്ങൾ മരണപ്പെടുമ്പോൾ മൃതദേഹം ദൂരസ്ഥലങ്ങളിൽ കൊണ്ടുപോകാതെ ഓട്ടുപാറ വാടാനി റോഡിലുള്ള എങ്കക്കാട് പൊതുശ്മശാനത്തിൽ എത്തിച്ച് ചുരുങ്ങിയ നിരക്കിൽ ഗ്യാസ് ക്രിമിറ്റോറിയത്തിൽ സംസ്കരിക്കാനാണ് പദ്ധതി നടപ്പിലാക്കിയത്. വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ ശ്മശാനത്തിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ നഗരസഭ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. ശ്മശാനം പ്രവർത്തിക്കുന്നതിന് പകരം നഗരസഭയിലെ 41 ഡിവിഷനുകളിൽ നിന്നും ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യം മുഴുവൻ പൊതുശ്മശാനത്തിലാണ് സംഭരിക്കുന്നത്. നിരവധി തവണ പരാതികൾ നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ഉടൻ അധികൃതർ ഇടപെട്ട് മാലിന്യം നീക്കം ചെയ്യുകയും ശ്മശാനത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്ന് നേതാക്കൾ അറിയിച്ചു. 10 വർഷക്കാലമായിട്ട് ഈ പൊതുശ്മശാനത്തിന് വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിച്ച് വഴിയിൽ കിടക്കുന്ന ഈ സംവിധാനത്തെ ഏറ്റവും നല്ല രീതിയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിന് പകരം അതിനെ അട്ടിമറിക്കുന്നതിൻ്റെ വേറൊരു ഉദാഹരണമാണ് ഇവിടുത്തെ മാലിന്യങ്ങളുടെ പ്ലാസ്റ്റിക് ശേഖരണം ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. ഈ കുന്നായി കിടക്കുന്ന ഈ സ്റ്റോക്ക് ആ ആധുനിക രീതിയിൽ ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞ ഗ്യാസിൻ്റെ ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്യാൻ. അപ്പോൾ അതും ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അതിനൊരു മാലിന്യ കുമ്പാരമാക്കി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ്, നഗരസഭ പ്രതിപക്ഷ ഉപനേതാവ് SA ആസാദ്, കേരള പ്രദേശ് കോൺഗ്രസ് സേവാദൾ ജില്ലാ ജനറൽ സെക്രട്ടറി ജോണി ചിറ്റിലപ്പള്ളി, പ്രവാസി കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഗോപാലകൃഷ്ണൻ നന്ദിലത്ത്, KK അബൂബക്കർ, ജയൻ മംഗലം, PS രാധാകൃഷ്ണൻ തുടങ്ങിയവരാണ് ശ്മശാനം സന്ദർശിച്ചത്. TCV വടക്കാഞ്ചേരി.
കാട്ടൂർ പൊഞ്ചനത്തെ ചെറുകിട വ്യവസായ കേന്ദ്രത്തിന് സമീപമുള്ള കിണറ്റിൽ രാസമാലിന്യം കലരുന്നതായി പരാതി. വ്യവസായ കേന്ദ്രത്തിൽ ആസിഡ് അടക്കമുള്ളവ അശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നത് മൂലമാണ് കിണറുകളിൽ മാലിന്യം കലരുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. കാട്ടൂർ സ്വദേശിയായ തെക്കേക്കര വിൻസെന്റിന്റെ വീട്ടിലെ കിണറിലാണ് മഴ ആരംഭിച്ചതോടെ നിറവ്യത്യാസം കണ്ടു തുടങ്ങിയത്. വെള്ളത്തിന് രുചി വ്യത്യാസം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സ്വകാര്യ ലാബിൽ നടത്തിയ പരിശോധനയിൽ വെള്ളത്തിൽ അയേണിന്റെ സാന്നിധ്യം വർദ്ധിച്ചതായും pH അളവ് കുറഞ്ഞിരിക്കുന്നതായും കണ്ടെത്തി. വെള്ളം ഉപയോഗശൂന്യമായതിനെ തുടർന്ന് സമീപത്തെ മറ്റു വീടുകളിലെ കുടിവെള്ളത്തിന് ആശ്രയിച്ചാണ് വിൻസെന്റും കുടുംബവും കഴിയുന്നത്. സമീപത്തെ വ്യവസായ സ്ഥാപനങ്ങൾ രാസവസ്തുക്കൾ അനാവശ്യമായി കൈകാര്യം ചെയ്യുന്നത് മൂലമാണ് കിണർ ഉപയോഗശൂന്യമായതെന്നും ഇത് സംബന്ധിച്ച് കാട്ടൂർ പഞ്ചായത്തിൽ പരാതി നൽകിയതായും വിൻസെന്റ് പറഞ്ഞു. അതിൻ്റെ നല്ല രീതിയിൽ അതവർ കൈകാര്യം ചെയ്യണില്ല എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത്. ഇതിൻ്റെ ഫലമായിട്ട് നമ്മൾ വെള്ളം ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ കിണറ്റിലെ വെള്ളം ആസിഡിൻ്റെയും അയണിൻ്റെയും അംശം കൂടുതലാണെന്നും അത് ഉപയോഗിക്കേണ്ട എന്നാണ് അധികൃതർ പറഞ്ഞു തന്നത്. ഇത് ഇവരെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല, ഒരു പ്രദേശത്ത് ബാധിക്കുന്ന പ്രശ്നമാണ്, പ്രത്യേകിച്ചും കുടിവെള്ള പ്രശ്നമാണ്. ഇതിനെതിരെ ഇവിടുത്തെ ഈ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെടുന്നു. പരാതി കൊടുത്തിട്ടുണ്ടോ? ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. സെക്രട്ടറിക്ക്, പഞ്ചായത്ത് സെക്രട്ടറിക്ക് വിൻസെന്റായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്, ഹെൽത്തിലേക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ പൊല്യൂഷനിലേക്ക് പരാതി കൊടുക്കാനായിട്ട് പോവാണ്. 50 വർഷമായിട്ട് ഞങ്ങളിവിടെ താമസിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിണറാണിത്. 100 വർഷത്തിലേറെയായി ഈ പറമ്പ് ഞങ്ങൾ കോടിയുടെ കൈകളായിരുന്നു. ഏകദേശം 55 വർഷം മുമ്പ് കുത്തിയ കിണർ, അപ്പം കുത്തിച്ച കിണറാണ്. ഈ കിണറിലാണ് ഞങ്ങൾ വലിയൊരു ഫാമിലി ഇതുവരെ ജീവിച്ചു വന്നത്. ഇപ്പം എൻ്റെ വീട്ടിൽ 8 പേരുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച മഴ പെയ്തപ്പോൾ ഈ കിണറിലെ വെള്ളം വളരെ കാട്ടൂർ പൊഞ്ചനത്തെ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നേതാക്കളും പ്രദേശവാസികളും സന്ദർശിച്ചു. സമീപത്തെ കിണറുകളിൽ രാസമാലിന്യങ്ങൾ കലരുന്നതിനെ തുടർന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ സന്ദർശിച്ചത്. ഇവിടെ പ്രവർത്തിക്കുന്ന 2 സ്ഥാപനങ്ങൾ അശാസ്ത്രീയമായാണ് രാസമാലിന്യം കൈകാര്യം ചെയ്യുന്നതെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചു. രാസമാലിന്യങ്ങൾ എത്രയും വേഗം ശാസ്ത്രീയമായ രീതിയിൽ സംസ്കരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് കാട്ടൂർ മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AP വിൽസൺ, നേതാക്കളായ CL ജോയ്, ബെറ്റി ജോസ്, റംഷാദ്, ലോയിഡ് തുടങ്ങിയവർ സന്ദർശന സംഘത്തിൽ ഉണ്ടായിരുന്നു. യാതൊരു വക സൗകര്യങ്ങളും ഇതിൻ്റെ ഉള്ളിൽ പൊല്യൂഷൻ കൺട്രോളിനോ അതല്ലെങ്കിൽ അടുത്ത വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഉണ്ടാകാതിരിക്കാനുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങളും നടപ്പിലാക്കിയിട്ടില്ല. പെർമിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഓൾറെഡി പെർമിഷൻ അതിന് കിട്ടാൻ വേണ്ടിയുള്ള ഉടുക്ക് പൊല്യൂഷൻ കൺട്രോളാണ് കാണിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ സമീപത്തുള്ള ഞാനൊക്കെ സമീപ വീട്ടിലെ കാട്ടൂർ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് രാസമാലിന്യങ്ങൾ പുറന്തള്ളുന്നത് തുടർന്ന് ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ്. നേരത്തെയും ഇവിടെ പ്രവർത്തിക്കുന്ന ചില സ്ഥാപനങ്ങൾ രാസമാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതായി യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷെറിൻ തേർമടം പറഞ്ഞു. കാട്ടൂർ പഞ്ചായത്തും മലിനീകരണ നിയന്ത്രണ വിഭാഗവും എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്നും യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ജലം വളരെയധികം കലങ്ങിയതായിട്ടുള്ളൊരു ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് സമയപ്രവർത്തകരുടെ നേതൃത്വത്തിൽ ക്രൈസ്റ്റ് കോളേജിലെ അക്വ ലാബിൽ റിസർച്ച് ലാബിൽ അത് പരിശോധനയ്ക്ക് വിട്ടപ്പോൾ അയണിൻ്റെ കണ്ടന്റ് ഒരുപാട് കിട്ടുകയാവുകയും pH വാല്യൂ വളരെ കുറയുകയും ചെയ്തതായിട്ട് നമുക്ക് ആ റിപ്പോർട്ടിൽ കാണാൻ സാധിച്ചു. തുടർന്ന് അവിടെ തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന 2-3 സ്ഥാപനങ്ങൾ, ഒന്ന് ഇരുമ്പ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതും പിന്നെ പ്ലേറ്റിങ് ഒക്കെ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട 1-2-3 സ്ഥാപനങ്ങളിൽ കൊടുങ്ങല്ലൂരിൽ കാണാതായ 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ പുഴയിൽ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കാവിൽക്കടവ് പാറേക്കാട്ടിൽ ജാക്സന്റെ മകൻ 12 വയസ്സുള്ള ഷോൺ സി ജാക്സനാണ് മരിച്ചത്. കോട്ടയം രാജഗിരി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ കുട്ടിയെ വീട്ടിൽ നിന്നും കാണാതാവുകയായിരുന്നു. തിരച്ചിൽ നടത്തുന്നതിനിടെ ഇന്ന് എൽത്തുരുത്ത് വീരഭദ്ര ക്ഷേത്രത്തിന് സമീപം പുഴയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു.
ജില്ലയിൽ ജലാശയങ്ങളിൽ അപകടത്തിൽപ്പെടുന്നവരുടെ എണ്ണം ഉയരുന്നു. അവധിക്കാലം അവസാനിക്കാനിരിക്കെ അതീവ ജാഗ്രത വേണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. മഴ തുടങ്ങിയ ദിവസങ്ങൾക്കകം കുത്തിയൊഴുകുന്ന പുഴയിലും വെള്ളക്കെട്ടിലും അകപ്പെട്ട് ജില്ലയിൽ മരിച്ചത് 5 കുട്ടികളാണ്. ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ കുട്ടികളാണ് ഇവരിൽ 3 പേർ. 14 വയസ്സുള്ള ആര്യൻ, നേപ്പാൾ സ്വദേശികളായ 16, 14 വയസ്സുള്ള 2 കുട്ടികൾ എന്നിവരാണ് ഭാരതപ്പുഴയിൽ അപകടത്തിൽപ്പെട്ടത്. കടങ്ങോട് തോട്ടിൽ കുളിക്കുന്നതിനിടെ വെള്ളത്തിൽ വീണ കുട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ 14-കാരനായ അക്ഷയ് ചെളിയിൽ പൂണ്ട് മരിച്ചു. പഴുവിലിൽ 2 വയസ്സുകാരൻ വയലിലെ വെള്ളത്തിൽ മുങ്ങി മരിച്ചതാണ് ഇതിലൊടുവിലെത്തിയത്. ചാലക്കുടി പുഴയിൽ സഹോദരിമാരുടെ മക്കൾ മുങ്ങി മരിച്ചതും അടുത്ത ദിവസമാണ്. 23-കാരിയായ മേഘ, 13 വയസ്സുള്ള ജ്വാല ലക്ഷ്മി എന്നിവരാണ് മുങ്ങി മരിച്ചത്. പരിചിതമല്ലാത്ത സ്ഥലത്തെ ജലാശയത്തിന്റെ സ്വഭാവം കുട്ടികൾക്ക് അറിവില്ലാത്തതാണ് അപകടങ്ങളുടെ പ്രധാന കാരണം. ചുഴിയോ ഒഴുക്കിന്റെ ഗതിയോ അറിയാതെയാണ് കുട്ടികൾ അപകടത്തിൽപ്പെടുന്നത്. വെള്ളത്തിന്റെ ആഴമറിയാതെ എടുത്തു ചാടിയാലും ചെളിയിൽ പൂണ്ട് അപകടമുണ്ടാകും. മുതിർന്നവരുടെ കൂടെയല്ലാതെ വെള്ളത്തിൽ ഇറങ്ങുന്നത് ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കരുത്. രാത്രി നേരത്ത് വെള്ളത്തിൽ ഇറങ്ങരുതെന്നും മറ്റൊരാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നവർ പരമാവധി സ്വയം സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. വടുതലയിൽ ബൈക്കിടിച്ചതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ലോട്ടറി കച്ചവടക്കാരൻ മരിച്ചു. വടുതല സ്വദേശി വലിയകത്ത് കുറ്റിപ്പുറത്ത് വീട്ടിൽ കുഞ്ഞി മുഹമ്മദ് മകൻ 45 വയസ്സുള്ള ഷക്കീറാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. റോഡ് വികസനത്തിന്റെ ഭാഗമായുള്ള ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ കുന്നംകുളം മുതൽ പെരുമ്പ്ലാവ് വരെയുള്ള മേഖലകളിൽ അപകടങ്ങൾ തുടർക്കഥകളാകുന്നു. പാറയമ്പാടത്ത് വെള്ളം ഒഴുകിപ്പോകാനായി റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് നിർമ്മിച്ച കൾവട്ടിന് സമീപത്താണ് നിരവധി വാഹനങ്ങൾ ഗട്ടറിൽ വീണ് യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നത്. പെരുമ്പ്ലാവ് അൻസാർ സ്കൂളിന് സമീപത്തെ പെട്രോൾ പമ്പിന് മുൻവശത്തും അപകടങ്ങൾ ഉണ്ടാകുന്നത് പതിവാണ്. റോഡ് വികസനത്തിന്റെ ഭാഗമായുള്ള വെള്ളം ഒഴുകിപ്പോകാനുള്ള കൾവട്ട് ഇതുവരെയായിട്ട് നിർമ്മാണം പൂർത്തിയാകാത്തതിനാൽ താൽക്കാലിക ടാറിംഗ് ചെയ്തതിൽ അപാകത മൂലം റോഡ് ഇരുവശവും ഉയർന്നാണ് നിൽക്കുന്നത്. കനത്ത മഴയെ തുടർന്ന് റോഡിന്റെ മധ്യഭാഗത്തായി വലിയ കുഴിയും രൂപപ്പെട്ടിട്ടുണ്ട്. അക്കിക്കാവ് ജംഗ്ഷനിലും ഇത്തരത്തിലുള്ള കുഴികളുണ്ട്. റോഡ് നിർമ്മാണ ജോലികൾ പൂർണ്ണമാക്കാതെ പാതിവഴിയിൽ നിർത്തിയതും കനത്ത മഴയുമാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണങ്ങളെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. കൊടുങ്ങല്ലൂരിൽ ദേശീയപാത നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കൊണ്ടുവന്ന ക്രെയിൻ മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ചന്തപുര നെടിയന്തളി ശിവക്ഷേത്രത്തിന് സമീപമായിരുന്നു അപകടം. റോഡ് പണിക്ക് കൊണ്ടുവന്ന യന്ത്രസാമഗ്രികൾ നീക്കുന്നതിനായി കൊണ്ടുവന്ന ക്രെയിൻ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. സംരക്ഷണ ഭിത്തിയില്ലാതെ അപകട ഭീഷണിയായ പോർക്കുളം പഞ്ചായത്തിലെ അഗതിയൂരിലെ കലവർണ്ണക്കുളം. 3 വർഷം മുൻപ് കുളത്തിൽ കുളിക്കാനെത്തിയ ഒരു വിദ്യാർത്ഥി മുങ്ങി മരിച്ചിരുന്നു. ഇതേ തുടർന്ന് കുളം നവീകരിക്കാനും സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനുമായി നഗര സഞ്ചയ പദ്ധതിയിൽ പണം അനുവദിച്ചിരുന്നു. കുളം നവീകരണത്തിന് 86 ലക്ഷം രൂപ അനുവദിച്ചിട്ടും നിർമ്മാണം തുടങ്ങിയില്ലെന്ന് പഞ്ചായത്ത് അംഗം നിമിഷ വിഗീഷ് ആരോപിച്ചു. മഴക്കാലത്തിന് മുൻപ് പണി നടത്തണമെന്നാവശ്യപ്പെട്ടിട്ടും അധികൃതർ നടപടിയെടുത്തില്ലെന്ന് നിമിഷ വിഗീഷ് പറഞ്ഞു. പഞ്ചായത്തിലെ ഏറ്റവും വലിയ പൊതുകുളങ്ങളിൽ ഒന്നാണ് കലവർണ്ണക്കുളം. വെള്ളം നിറഞ്ഞു കിടക്കുന്ന കുളത്തിന്റെ ആഴമറിയാതെ കുളിക്കാനെത്തുന്നവർ അപകടത്തിൽപ്പെടുമെന്ന പേടിയിലാണ് നാട്ടുകാർ. കുളം നവീകരിക്കാനും സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനും അടിയന്തര നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇതിൻ്റെ പണിക്കായിട്ട് നമുക്ക് കഴിഞ്ഞ വർഷത്തിൽ തന്നെ പാസ്സായി കിടക്കുന്നതാണ്. 86 ലക്ഷം രൂപയാണ് ഈ കുളത്തിന് ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ പാസ്സായിട്ടുള്ളത്. ഇത് നല്ല വേനലായിരുന്നു. ആ സമയത്ത് വെള്ളം വെറ്റിച്ച് ചെയ്യാവുന്ന പ്രവൃത്തിയായിരുന്നു. പക്ഷേ അത് ആൾ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഈ വെള്ളം കൂടിയ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുമെന്നും തോന്നുന്നില്ല. ഈ ഒരേക്കറയിൽ വരുന്ന കുളമാണിത്. ഇതിൽ പുറത്തുനിന്ന് കുട്ടികൾ വന്നിട്ട് കുളിക്കലും കാര്യങ്ങളും എല്ലാം ചാടി മറിയലും അതിന് ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ മെമ്പറുടെ ഇതിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി മരണപ്പെട്ടു ഇതിൽ. അപ്പോൾ മെമ്പറോട് ഞങ്ങൾ മെമ്പറോട് പറഞ്ഞപ്പോൾ പറഞ്ഞു കുളം പണിയാനുള്ള ഫണ്ട് കാര്യങ്ങളൊക്കെ പാസ്സായിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് പണിയാനുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് മെമ്പറോട് തന്നെ പറയുള്ളൂ. അപ്പോൾ മെമ്പർ അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തൃശൂർ ജയ്ഹിന്ദ് മാർക്കറ്റിലെ കോർപ്പറേഷൻ ബിൽഡിംഗിന് മുകളിലത്തെ നിലയിൽ മധ്യവയസ്കനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. സംഭവസ്ഥലത്തിനടുത്തു നിന്നും കിട്ടിയ ബാഗിലെ വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡിൽ നിന്നും കോഴഞ്ചേരി സ്വദേശി 44 വയസ്സുള്ള രാജ്കുമാറാണ് മരിച്ചതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈസ്റ്റ് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കാട്ടകാമ്പാൽ പഞ്ചായത്തിലെ ജെറുസലേം പഴഞ്ഞി റോഡരികിലെ കലുങ്ക് ശുചിയാക്കാത്തത് മൂലം വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടതായി ആക്ഷേപം. പാഴ്പുല്ലുകൾ നിറഞ്ഞ കലുങ്കിലൂടെ വെള്ളം ഒലിച്ചു പോകുന്നില്ലെന്നും കലുങ്ക് വർഷങ്ങളായി വൃത്തിയാക്കാറില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഇതോടെ വെള്ളം പലയിടത്തും റോഡിലൂടെയാണ് ഒഴുകുന്നത്. കലുങ്കും കാനയും വൃത്തിയാക്കാൻ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു.
കോവിലൻ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന കോവിലൻ അനുസ്മരണം ജൂൺ 2-ന് കണ്ടാണശ്ശേരിയിലും തൃശൂരിലുമായി നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 9-ന് കണ്ടാണശ്ശേരിയിലെ കോവിലൻ കുടീരത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ സമ്മേളനവും നടക്കും. രാധാകൃഷ്ണൻ കാക്കശ്ശേരി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 4-ന് കേരള സാഹിത്യ അക്കാദമി ഹാളിൽ കോവിലൻ ഓർമ്മ പരിസ്ഥിതി സംസ്കാര പഠനങ്ങൾ എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ ഡോക്ടർ എസ്.കെ. വസന്തൻ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ എസ്.എസ്. ജയകുമാർ കോവിലിന്റെ മണ്ണ് എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ കോവിലൻ ട്രസ്റ്റ് കോർഡിനേറ്റർ ഡോക്ടർ ആർ. സുരേഷ്, കൺവീനർ എ.ഡി. ആന്റു, ജോയിന്റ് കൺവീനർ പി.ജെ. സ്റ്റൈജു എന്നിവർ പങ്കെടുത്തു. മഴ പെയ്തതോടെ വെള്ളറക്കാട് നെല്ലിക്കുന്ന് റോഡ് യാത്രായോഗ്യമല്ലാതായി. 5 മാസങ്ങൾക്ക് മുൻപാണ് ജില്ലാ പഞ്ചായത്ത് ലക്ഷങ്ങൾ ചെലവഴിച്ച് നെല്ലിക്കുന്ന് റോഡ് പുനർനിർമ്മിച്ചത്. പ്രദേശത്ത് വെള്ളം ഒഴുകിപ്പോകുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള റോഡ് സ്വകാര്യ വ്യക്തി അടച്ചുകെട്ടിയതാണ് ദുരവസ്ഥയ്ക്ക് കാരണം. ഇതിനെതിരെ നാട്ടുകാർ നേരത്തെ പരാതി നൽകിയതിനെ തുടർന്ന് പഞ്ചായത്ത് അധികൃതർ സ്വകാര്യ വ്യക്തിയെ കൊണ്ട് തോട് പൂർവ്വസ്ഥിതിയിലാക്കിയിരുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗിച്ച് തോട് വൃത്തിയാക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ വീണ്ടും സ്വകാര്യ വ്യക്തി ഈ തോട് അടച്ച് കെട്ടുകയായിരുന്നു. പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് റോഡ് യാത്രായോഗ്യമാക്കണമെന്നും തോട് തുറക്കാൻ നടപടി സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ലെ പ്രളയത്തിൽ തകർന്ന കുറാഞ്ചേരി പ്രദേശത്ത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനം നടത്തി. സേവ്യർ ചിറ്റിലപ്പള്ളി എം.എൽ.എ. ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി.വി. സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സി.ബി. സുനിൽകുമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ. ഉമാലക്ഷ്മി, പി.ആർ. രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ജില്ലാ നേതൃ ക്യാമ്പും കൌൺസിൽ യോഗവും പെൻഷൻ ഹാർഡ് ബുക്ക് പ്രകാശനവും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ അതിരപ്പള്ളിയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. നേതൃത്വ ക്യാമ്പ് എം.എൽ.എ. സനീഷ് കുമാർ ജോസഫും കൌൺസിൽ യോഗം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എം. സുകുമാരനും ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ഇ.എം. ശ്രീധരൻ നമ്പൂതിരിപ്പാട്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി.എൽ. റാഫേൽ, ജില്ലാ സെക്രട്ടറി ടി. മോഹനൻ, തൃശൂർ താലൂക്ക് സെക്രട്ടറി എം.എ. വർഗീസ് എന്നിവർ പങ്കെടുത്തു. SSLC +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ നെല്ലുവായ് മേഖലയിലെ വിദ്യാർത്ഥികളെ നെല്ലുവായ് പ്രവത കലാസാംസ്കാരിക വേദി അനുമോദിച്ചു. റാം സുന്ദർ, അനാമിക, ആർഷ, ആദർശ്, പുണ്യ, നവ്യ എന്നിവരെയാണ് അനുമോദിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ വി.സി. ബിനോജ് ഉദ്ഘാടനം ചെയ്തു. പ്രവത പ്രസിഡന്റ് ടി.കെ. ശിവൻ അധ്യക്ഷത വഹിച്ചു. N.M. മിഥുൻ, M.P. അബു, N.K. വേലായുധൻ, പ്രശാന്ത് മാവേലിമന, M.P. ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭ 29-ാം വാർഡ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഗ്രാമോത്സവം സംഘടിപ്പിച്ചു. N.K. അക്ബർ M.L.A. ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് മുഖ്യാതിഥിയായിരുന്നു. വാർഡ് കൌൺസിലർ ദേവിക ദിലീപ് അധ്യക്ഷത വഹിച്ചു. ഹോങ്കോങ്ങിൽ നടന്ന പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഏഷ്യൻ റെക്കോർഡ് നേടിയ S. രോഹിതിനെയും ഡോക്ടർ കീർത്തിക കൃഷ്ണദാസിനെയും ആദരിച്ചു. വാർഡിലെ നഴ്സറി മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പഠന ഉപകരണങ്ങൾ വിതരണം ചെയ്തു. മുൻ വാർഡ് കൌൺസിലർ പ്രസാദ് പൊന്നാരശ്ശേരി, പാർത്ഥസാരഥി, ക്ഷേത്ര ട്രസ്റ്റ് അംഗം K.P. സുനിൽകുമാർ, ഗ്രാമോത്സവം കൺവീനർ K. അശ്വിൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒന്നാം സമ്മാനം നേടിയ ചെറുകഥ എഴുതിയാണ് BJP മറ്റത്തൂർ 162-ാം ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ബൂത്ത് പ്രസിഡന്റ് മുരളി ചാക്കയിൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് P.J. ജയൻ, ശ്രീധരൻ കളരിക്കൽ, P.D. ശ്യാംനാഥ്, ചന്ദ്രൻ മുണ്ടക്കൽ എന്നിവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അമ്പലപ്പാറ യൂണിറ്റ് ജനറൽ ബോഡി യോഗം നടന്നു. 2024-26 കാലയളവിലേക്കുള്ള പുതിയ പ്രസിഡന്റായി P.K. ചന്ദ്രശേഖരനെയും ജനറൽ സെക്രട്ടറിയായി T. ഉമ്മറിനെയും ട്രഷററായി K. രാജനെയും തിരഞ്ഞെടുത്തു. കൊടുങ്ങല്ലൂരിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നയാളെ മരിച്ച നിലയിൽ കണ്ടെത്തി. DYSP ഓഫീസിന് സമീപം താമസിക്കുന്ന അരയംപറമ്പിൽ 65 വയസ്സുള്ള സോമനെയാണ് കെട്ടിടത്തിന്റെ ടെറസിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പരിസരത്ത് ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ തെരച്ചിലാണ് ദിവസങ്ങൾ പഴക്കമുള്ള മൃതദേഹം കണ്ടെത്തിയത്.
പാറളം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അബ്ദുൾ മൻസൂറിനെ ജില്ലാ പഞ്ചായത്തും ജില്ലാ മെഡിക്കൽ ഓഫീസും ചേർന്ന് ആദരിച്ചു. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ.ജെ. റീന, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീദേവി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രിൻസ്, മുൻ പ്രസിഡന്റ് ഡേവിസ്, ഡെപ്യൂട്ടി DMO ഡോക്ടർ സതീഷ് എന്നിവർ സംസാരിച്ചു. താണിക്കുടം മേപ്പാടം ഭാഗത്ത് മഴയിൽ തകർന്ന റോഡ് കോൺക്രീറ്റ് ചെയ്ത യുവാക്കൾ മാതൃകയായി. താണിക്കുടം നോർത്തിലെ സൌഹാർദ്ദ കൂട്ടായ്മയാണ് റോഡ് തകർന്നുപോയ ഭാഗം കോൺക്രീറ്റ് ചെയ്ത് മാതൃകയായത്. സൌഹാർദ്ദ കൂട്ടായ്മ അംഗങ്ങളായ പ്രകാശൻ, മനോജ്, രതീഷ്, മണികണ്ഠൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മുല്ലശ്ശേരി മധുകര റോഡിൽ വാഹനമിടിച്ച് മുള്ളൻ പന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തി. പ്രദേശവാസിയായ കെ. സദാശിവൻ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് അധികൃതരെത്തി മുള്ളൻ പന്നിയെ കൊണ്ടുപോയി. ഡിവൈഎഫ്ഐ എരുമപ്പെട്ടി മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന SSLC+2 വിജയികളെ അനുമോദിക്കൽ ചടങ്ങിന്റെ ഒരുക്കങ്ങൾക്കായി സംഘാടക സമിതി രൂപീകരിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസം മഴ കുറഞ്ഞ ശേഷം ജില്ലയിൽ ഇന്നലെ രാത്രി മുതൽ മഴ വീണ്ടും ശക്തി പ്രാപിച്ചതോടെ വെള്ളക്കെട്ടും രൂക്ഷമായി. കാനകളുടെയും തോടുകളുടെയും ശുചീകരണ പ്രവൃത്തികളിൽ മെല്ലെപ്പോക്ക് തുടരുന്നു. മണിക്കക്കടവ് പോലീസ് സ്റ്റേഷന് സമീപം പുഴയിൽ നങ്കൂരമിട്ടിരുന്ന വഞ്ചി ശക്തമായി തിരയിൽ തകർന്നു. കുന്നംകുളം കാണിപ്പയ്യൂരിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം 13 പേർക്ക് പരിക്കേറ്റു. ആരുടെയും നില ഗുരുതരമല്ല. പെരിഞ്ഞനത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. പെരിഞ്ഞനം പൊന്മാനിക്കുടം സ്വദേശി നുസൈബയാണ് മരിച്ചത്. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് അധികൃതർ. ലക്ഷങ്ങൾ ചിലവഴിച്ച് അങ്കേക്കാട് പൊതുശ്മശാനം കാടുകയറി നശിക്കുന്നു. ക്രിമിറ്റോറിയം മാലിന്യ നിക്ഷേപ കേന്ദ്രമാക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത്. കാട്ടൂർ പൊഞ്ഞനത്തെ ചെറുകിട വ്യവസായ കേന്ദ്രത്തിന് സമീപമുള്ള കിണറുകളിൽ രാസമാലിന്യം കലരുന്നതായി പരാതി. വ്യവസായ കേന്ദ്രത്തിൽ ആസിഡ് അടക്കമുള്ളവ അശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നതാണ് കിണറുകളിൽ മാലിന്യം കലരാൻ ഇടയാകുന്നതെന്ന് നാട്ടുകാർ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.